ഹലോ, നമ്മളിന്ന് അടുത്ത സെഷനിലേക്ക് പോവുകയാണ്. ഇന്നലെ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് നമ്പർ 12 എന്നാണ് പറഞ്ഞു. അതിനെപ്പറ്റി കുറച്ച് തിയറി പറഞ്ഞു, തിയറി പോർഷൻ, കീ ടേംസ്, എന്താണ് ഡെഫേർഡ് ടാക്സ് എന്നൊക്കെ പറഞ്ഞു. നമ്മൾ അടുത്ത സെഷനിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇല്ലസ്ട്രേഷനിലേക്കാണ് നടക്കുന്നതിന് മുന്നേ കുറച്ച് തിയറി പോർഷനും കൂടി പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ. എന്താണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ, അല്ലെങ്കിൽ എന്തിനാണ് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ഇൻകം ടാക്സ് ആക്ട് പ്രൊവിഷൻ അനുസരിച്ച്, ഇൻകം ടാക്സ് ആക്ട് 1961 പ്രൊവിഷൻസ് അനുസരിച്ച് എല്ലാ കമ്പനീസും ടാക്സ് പേയബിൾ ആണ്. എന്തിൻ്റെ മുകളിൽ? അവർ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ മുകളിൽ ടാക്സ് പേയബിൾ ആണ്. ഈ ഏൺ ചെയ്യുന്ന പ്രോഫിറ്റിൻ്റെ മുകളിൽ ടാക്സ് പേ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സപ്പോസ് ഫിനാൻഷ്യൽ ഇയർ 2018-19 ഫിനാൻഷ്യൽ ഇയറിൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അതായത് എന്നാൽ 2018-19 സ്റ്റാർട്ട് ചെയ്യുന്ന 1st April 2018 to 31st March 2019. 31st March 2019 ആണ് നമ്മൾ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലേ? ആ പീരീഡ് അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ ഇയർ 2018-19 പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 31st March 2019 ആണ്. പക്ഷേ അതിൻ്റെ ഇൻകം ടാക്സ് എന്ന് അസസ് ചെയ്യുന്നത് അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് 19-20. അതുകൊണ്ടാണ് നമ്മൾ ഇൻകം ടാക്സ് ഈ പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ 18-19 ആണെങ്കിൽ അടുത്ത ഇയറിന് എന്താ പറയുക, അസസ്മെൻറ്റ് ഇയർ, അല്ലേ? അപ്പോൾ 18-19 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ടാക്സ് അസസ് ചെയ്യുന്നത് 19-20. അപ്പോൾ നമ്മൾ നോർമലി P&L പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രൂ ആൻഡ് ഫെയർ വ്യൂ കാണിക്കാൻ വേണ്ടി ടാക്സബിൾ ഇൻകം കാണിക്കണം, ചാർജ് ചെയ്യണം, അല്ലേ? പ്രോഫിറ്റിന് അഗൻസ്റ്റ് ആയിട്ട് ടാക്സ് പേയബിൾ ചാർജ് ചെയ്യണം. പക്ഷെ നമുക്ക് ടാക്സ് എപ്പോഴേ അറിയുള്ളൂ, അസസ്മെൻറ്റ് നടന്നു കഴിയുമ്പോഴേ അറിയുള്ളൂ. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നോർമലി നമ്മളൊരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കും. അതായത് എത്രയായിരിക്കും പ്രോബബിൾ ലയബിലിറ്റി, അതായത് ടാക്സ് ലയബിലിറ്റി എത്രയായിരിക്കുമെന്ന് നമ്മൾ ഒരു എസ്റ്റിമേഷൻ നടത്തും. ആ എസ്റ്റിമേഷൻ നടത്തുമ്പോൾ നമ്മളൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുക, അതായത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറഞ്ഞൊരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആ അക്കൗണ്ടിങ് ഹെഡ്, അതായത് പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്ന അക്കൗണ്ടിങ് ഹെഡിലേക്കാണ് ആ എസ്റ്റിമേറ്റ് എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട്. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ഡെബിറ്റ് ചെയ്തു, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്തു. ഇത് ടാക്സബിൾ പ്രോഫിറ്റും അക്കൗണ്ടിങ് പ്രോഫിറ്റും തമ്മിൽ ചിലപ്പോൾ വ്യത്യാസങ്ങളുണ്ടാകും. അതാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 ഇമ്പോർട്ടൻസ് നമ്മൾ ഇന്നലെ പറഞ്ഞു. അതായത് ടാക്സബിൾ പ്രോഫിറ്റ് അക്കൗണ്ടിങ് പ്രോഫിറ്റും തമ്മിലുള്ള ചില വേരിയേഷൻസ് കൊണ്ടാണ് അത് എങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നതൊക്കെ അറിയാൻ വേണ്ടിയാണ്, നമ്മൾ മെഷർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 12 ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാക്ട്ലി എത്രയാണ് ടാക്സ് ലയബിലിറ്റി എന്ന് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു എസ്റ്റിമേറ്റഡ് P&L ചാർജ് ചെയ്യും ആ പ്രൊവിഷന്, അല്ലേ? ഇനി ഈ പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഈ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ എന്ന് പറയുന്ന ഒരു ഹെഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൺസിഡർ ചെയ്യും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് P&L. അതായത് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് ഇൻകം ടാക്സ് ആക്ട് നമ്മൾ ഡിപ്രീസിയേഷൻ P&L ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. രണ്ടാമത്തെ കാര്യം, മാനേജറിയൽ റിമ്യൂണറേഷൻ ചാർജ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തണം. പിന്നെ ടാക്സ് റേറ്റ്, അപ്ലിക്കബിൾ റേറ്റ്, അതായത് കറൻ്റ്ലി അപ്ലിക്കബിൾ ആയിട്ടുള്ള റേറ്റിൽ തന്നെയാണ് ടാക്സ് ചാർജ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ കമ്പ്യൂട്ട് ചെയ്തേക്കുന്നത് നമ്മൾ ഉറപ്പ് വരുത്തണം. പിന്നെ എന്തെങ്കിലും പെനാലിറ്റി, അത് ഡയറക്റ്റ് ടാക്സിൻ്റെ കീഴിലാവും, വേറെ ഏതെങ്കിലും ടാക്സ് ലോസിൻ്റെ കീഴിലാവും, എന്തെങ്കിലും പെനാൽറ്റി കൊടുക്കാനുണ്ടോ അല്ലെങ്കിൽ കൊടുത്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കണം. ഈ ഡബിൾ ടാക്സേഷൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും റിബേറ്റ് അവൈലബിൾ ആണോ എന്ന് അറിയണം. പിന്നെ ലാസ്റ്റ് ഇയർ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയണം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഒരു കൺസിഡർ ചെയ്യണം. അടുത്ത കാര്യം എന്ന് പറയുന്നത് അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ്. സെക്ഷൻ 207 ഓഫ് ഇൻകം ടാക്സ് അനുസരിച്ച് എല്ലാ കമ്പനികളും അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണം, എക്സെപ്റ്റ് ഓൺ ഇൻകം. ഏതൊക്കെയാണ്? ക്യാപിറ്റൽ ഗെയിൻ, ഇൻകം ഫ്രം ലോട്ടറീസ്, പസിൽസ്, റേസ്, ക്രോസ് വേർഡ് എക്സെട്ര. ഈ ഇൻകത്തിന് ഒഴിച്ച് എല്ലാ ഇൻകത്തിനും കമ്പനിയിൽ ഏത് ഇൻഡിവിജ്വലും അഡ്വാൻസ് ടാക്സ് പേ ചെയ്യണം. കമ്പനിയുടെ കാര്യത്തിലാണെങ്കിൽ കറണ്ട് ഇയർ ഇൻകം അല്ലെങ്കിൽ ലാസ്റ്റ് ഇയർ ഇൻകം ₹2,500 മുകളിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 2,500 rupees എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ടാക്സ് മസ്റ്റായിട്ട് പേ ചെയ്തിരിക്കണം. ഈ അഡ്വാൻസ് ടാക്സ് എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ കറണ്ട് അസറ്റായിട്ട് കാണിക്കണം. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറയുന്ന ഹെഡിൻ്റെ കീഴിലായിരിക്കണം കാണിക്കേണ്ടത്. അഡ്വാൻസ് ടാക്സ് പേ ചെയ്യുമ്പോൾ കമ്പനി പാസ് ചെയ്യേണ്ട ജേർണൽ എൻട്രി എന്ന് പറയുന്നത് അഡ്വാൻസ് ടാക്സ് അക്കൗണ്ട് ഡെറ്റർ അല്ലെങ്കിൽ അഡ്വാൻസ് ഇൻകം ടാക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. അഡ്വാൻസ് ടാക്സ് കറണ്ട് ടാക്സ് ആയതുകൊണ്ട്, കറണ്ട് അസറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഡെബിറ്റ് ചെയ്തു. ബാങ്കിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ബാങ്കിൽ ക്രെഡിറ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ ജേർണൽ എൻട്രി അഡ്വാൻസ് ടാക്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സും പ്രൊവിഷൻ ഫോർ ടാക്സേഷന് കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട്. നമ്മൾ ഇപ്പോൾ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ഫിനാൻഷ്യൽ ഇയർ 2019 എൻഡ് ചെയ്തു. പക്ഷേ ടാക്സ് അസസ് ചെയ്യുന്ന അടുത്ത ഫിനാൻഷ്യൽ ഇയറിൽ, അതായത് അസസ്മെൻറ്റ് ഇയറിൽ 18-19 ഫിനാൻഷ്യൽ ഇയറിൻ്റെ ടാക്സ് അസസ് ചെയ്യുന്നത് 19-20 അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ലയബിലിറ്റി എത്രയുണ്ട്, ടാക്സ് ലയബിലിറ്റി എത്ര വരുമെന്ന് നമ്മൾക്കറിയില്ല. പക്ഷേ നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്യണം. അപ്പോൾ
നമ്മൾ എന്ത് ചെയ്യും, ഒരു ലയബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്യും. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിവിഡൻഡ് ഷെയർ ഹോൾഡേഴ്സിന് പേ ചെയ്യുമ്പോൾ അത് ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്നല്ല റവന്യൂ പ്രോഫിറ്റിൽ നിന്ന് തന്നെയാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി. നമ്മൾ ബിസിനസ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പഠിച്ചിട്ടുണ്ട്. അതായത് ഡിവിഡൻഡ് ഷുഡ് ബി പെയ്ഡ് ഓൺലി ഔട്ട് ഓഫ് റവന്യൂ പ്രോഫിറ്റ് ആൻഡ് ഷുഡ് നോട്ട് ബി ഇൻ എനി കേസ് പേ ഔട്ട് ഓഫ് ക്യാപിറ്റൽ പ്രോഫിറ്റ് അല്ലേ. അപ്പോൾ ക്യാപിറ്റൽ പ്രോഫിറ്റിൽ നിന്ന് പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊവിഷൻ, ഒരു എസ്റ്റിമേറ്റ്, നമ്മൾ ഫ്യൂച്ചർ ടാക്സ് ലയബിലിറ്റിയുടെ ഒരു എസ്റ്റിമേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ P&L ചാർജ് ചെയ്യുന്നു അല്ലെങ്കിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ആക്ച്വൽ അസസ്മെൻറ്റ് നടത്തി കഴിയുമ്പോൾ, സപ്പോസ് ഫിനാൻഷ്യൽ ഇയർ 18-19 അസസ്മെൻറ്റ് നടക്കുന്ന 19-20 ഒക്ടോബർ നവംബറിലാണ് അസസ്മെൻറ്റ് കഴിഞ്ഞതെന്ന് വെച്ചാൽ, ഒക്ടോബർ 2019 അസസ്മെൻറ്റ് കഴിഞ്ഞതെന്ന് വെച്ചാൽ, അസസ്മെൻറ്റ് കഴിയുമ്പോൾ ഏത് ഡേറ്റിലാണോ അസസ്മെൻറ്റ് കഴിയുന്നത് ആ ഡേറ്റിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് അക്കൗണ്ട് അല്ലെങ്കിൽ ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അക്കൗണ്ട്, 3 അക്കൗണ്ടുകൾ ഏതൊക്കെയാണ്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട്, അഡ്വാൻസ് ടാക്സ് അക്കൗണ്ട്, TDS അക്കൗണ്ട്. അസസ്മെൻറ്റ് നടക്കുന്നത് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആയത് ഏത് ഡേറ്റിലാണോ ആ ഡേറ്റിൽ ഈ പറഞ്ഞ 3 അക്കൗണ്ടുകളിൽ എന്തൊക്കെ ബാലൻസ് ഉണ്ടോ അതിനെങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം, ഇൻകം ടാക്സ് അക്കൗണ്ട് എന്ന് പറയുന്ന അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഇനി അടുത്ത പോയിന്റ് കൺസിഡർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ആക്ച്വൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. ആക്ച്വൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ പ്രൊവിഷൻ കുറച്ചാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതായത് നമ്മൾ ടാക്സ് ലയബിലിറ്റി എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നത് അല്ലെങ്കിൽ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടിൽ പ്രൊവൈഡ് ചെയ്തേക്കുന്ന എമൗണ്ട് കുറവായി. ഫോർ എക്സാമ്പിൾ നമ്മൾക്ക് എടുക്കാം, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടിൽ നമ്മൾ 1 lakh ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആക്ച്വൽ അസസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി 1,20,000 ഉണ്ട്. അതായത് 20,000 കുറച്ചാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ 20,000 ബാലൻസ് ഷീറ്റിലെ സർപ്ലസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റിലെ സർപ്ലസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. കറണ്ട് ഇയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കാൻ പാടില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് പ്രീവിയസ് ഇയറിലാണ് അല്ലേ, ഈ ഇയറിലല്ല. അപ്പോൾ നമ്മൾ ഈ ഇയറിലെ P&L ചാർജ് ചെയ്യാൻ പാടില്ല. പക്ഷേ ബാലൻസ് ഷീറ്റിൽ ഒരു സർപ്ലസ് അക്കൗണ്ട് ഉണ്ടാവും, അത് പ്രീവിയസ് ഇയറിന് പെർട്ടേൺ ചെയ്യുന്ന സർപ്ലസ് ആണ്. അപ്പോൾ അതിൽ നിന്ന് ഈ 20,000 കുറയ്ക്കണം. ഇനി ഇതേ കാര്യം തന്നെ തിരിച്ചാണ്. സപ്പോസ് നമ്മൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ കൂടുതലെടുത്തു, അതായത് 1,20,000 പ്രൊവൈഡ് ചെയ്തു. പക്ഷേ ആക്ച്വൽ അസസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ടാക്സ് ലയബിലിറ്റി എത്ര വന്നുള്ളൂ, 1 lakh. അതായത് നമ്മൾ 20,000 കൂടുതലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഇതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലെ സർപ്ലസ് അക്കൗണ്ടിൽ നമ്മൾ ആ 20,000 എക്സ്ട്രാ ആഡ് ചെയ്യണം. ഇത് എങ്ങനെയാണെന്ന് നമ്മൾക്ക് ഇല്ലസ്ട്രേഷൻ 1 നിങ്ങൾക്ക് ഞാൻ ഇല്ലസ്ട്രേഷൻ അയച്ചു തന്നിട്ടുണ്ട്, അത് വെച്ച് നോക്കാം നമുക്ക്. അപ്പോൾ ഇല്ലസ്ട്രേഷനിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത്, അതായത് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018 പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഹാസ് ബീൻ മെയ്ഡ് ഫോർ ₹30 lakh. അതായത് 31st March 2018 അതായത് ഫിനാൻഷ്യൽ ഇയർ 17-18 കാര്യമാണ് പറയുന്നത്. ഫിനാൻഷ്യൽ ഇയർ 17-18 ഇൻകം ടാക്സ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ₹30 lakh. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഫോർ ദാറ്റ് ഇയർ എമൗണ്ടഡ് ടു ₹28 lakh and TDS on income earned by the company amounted to ₹23,000. ഇത് 31st March 2018 കാര്യമാണ്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 30 lakh, അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് എത്ര 28 lakh, TDS 23,000 ഉണ്ട്. ഇനി ഓൺ December 10, 2018 അതായത് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആയി. നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി എത്ര വന്നു, 35 lakh 45,000. നമ്മൾ എത്ര പ്രൊവൈഡ് ചെയ്ത് 30 lakh. ആക്ച്വൽ ലയബിലിറ്റി എത്ര വന്നു, പക്ഷേ 35 lakh 45,000. ഇനി അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ടാക്സ് ഫോർ ദ ഇയർ 2018-19 വാസ് ₹34 lakh. 2018-19 നമ്മൾ അഡ്വാൻസ് ടാക്സ് കൊടുത്തത് 34 lakh ആണ്. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്, ഷോ ദ നെസസറി അക്കൗണ്ട്സ് ഫോർ ദ ഇയർ എൻഡിങ് 31st March 2019 അസ്യൂമിങ് ₹38 lakh പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ ഫോർ ദ ഇയർ എൻഡിങ് 31st March 2019. നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് നെസസറി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. എന്താ അസ്യൂം ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്, 2018-19 പ്രൊവിഷൻ എത്രയാണ് 38 lakh ആണെന്ന് നമ്മളടുത്ത് അസ്യൂം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നെസസറി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം. ഇനി നമ്മളതൊരു ടൈം ലൈൻ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നോക്കാം, ഫിനാൻഷ്യൽ ഇയർ 17-18 അതായത് 31/3/2018 കുറേ ഡാറ്റ വന്നിട്ടുണ്ട്. അഡ്വാൻസ് ടാക്സ് 28 lakh, പ്രൊവിഷൻ ഫോർ ടാക്സ് 30 lakh, TDS 23,000. ആ 31/3/2018 ക്ലോസിംഗ് ബാലൻസ് തന്നെയായിരിക്കും എന്ത് 1/4/2018 ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ സെയിം തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ക്ലോസിംഗ് കഴിഞ്ഞ വർഷത്തെയായിരുന്നു, അതിൻ്റെ ഓപ്പണിംഗ് സെയിം തന്നെയായിരിക്കും അല്ലേ. ഇനി 10/12/2018 അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയെന്ന് പറഞ്ഞു. അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയപ്പോൾ ടാക്സ് ലയബിലിറ്റി എത്രയാണെന്നാണ് പറഞ്ഞത്, 35 lakh 45,000. ഇനി 31/3/2019 കുറച്ച് ഡാറ്റ വന്നിട്ടുണ്ട്. അഡ്വാൻസ് ടാക്സ് 34 lakhs ആണ് പേ ചെയ്തത്. പ്രൊവിഷൻ ഫോർ ടാക്സ് 38 lakh ആണ്. ഇനി നമ്മൾക്ക് അതിൻ്റെ നെസസറി അക്കൗണ്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾക്ക് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഓരോ ഡേറ്റ് വെച്ച് നോക്കാം. ആദ്യത്തെ
ബൈ ബാലൻസ് ബ്രോ ഡൗൺ 1/4/2018 നമുക്ക് 31/3/2018 ഡാറ്റ തന്നിട്ടുണ്ട്. അതായത് 31/3/2018 ഡാറ്റ തന്നെയായിരിക്കും നമ്മൾ 1/4/2018, അതായത് പുതിയ ഫിനാൻഷ്യൽ ഇയർ ഓപ്പൺ ചെയ്യുമ്പോൾ ബാലൻസ് അല്ലേ. അപ്പോൾ ബൈ ബാലൻസ് ബ്രോ ഡൗൺ 30 lakh നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഇവൻ്റ് എന്താണ് നടക്കുന്നത്? അടുത്ത ഇവൻ്റ് നടക്കുന്ന അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത് 10th December 2018 നമ്മൾ തിയറി പോർഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു എന്നാണോ ആക്ച്വൽ അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആവുന്നത് അന്ന് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, അഡ്വാൻസ് ടാക്സ് അക്കൗണ്ട്, TDS അക്കൗണ്ട്, ഈ 3 അക്കൗണ്ടിൽ എന്തൊക്കെ ബാലൻസ് ഉണ്ടോ അത് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞത് ഇൻകം ടാക്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. ഇവിടെ 10th December 2018 പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ടിൽ എത്രയാണ് ബാലൻസ് ഉള്ളത്? ഓപ്പണിംഗ് ബാലൻസ് മാത്രമേ ഉള്ളൂ അല്ലേ. അത് അങ്ങനെ തന്നെ നമ്മൾ ഇൻകം ടാക്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ 10/12/2018 ടു ഇൻകം ടാക്സ് നമ്പർ നമ്മൾ 30 lakh ട്രാൻസ്ഫർ ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത് 31/3/2019 എന്താ പറഞ്ഞേക്കുന്നത്? 31/3/2019 നമ്മളുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് ഒരു പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. എത്ര രൂപയ്ക്കാണ്? 38 lakh പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യണം. പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ജനറൽ എൻട്രി എന്താ പഠിച്ചത്? ആദ്യത്തെ തിയറി പോർഷൻ നമ്മൾ എന്താ പഠിച്ചത്? എൻട്രി ക്രിയേറ്റ് ചെയ്യേണ്ട പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് അറ്റ് ടു പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ട്. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ട് എങ്ങനെ എഴുതും? ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 38 lakh. ഇനി അതിന് അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുക. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പോൾ ടു ബാലൻസ് ക്യാരിഡ് ഓൺ 38 lakh. അപ്പോൾ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ട് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത അക്കൗണ്ട് നമുക്ക് നോക്കേണ്ടത് അഡ്വാൻസ് ഇൻകം ടാക്സ് അക്കൗണ്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് അക്കൗണ്ട്. ഇതും നമ്മൾക്ക് 31/3/2018 ഡാറ്റ തന്നിട്ടുണ്ട്. അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കും 1/4/2018 ടു ബാലൻസ് ബ്രോട്ട് ഓൺ. ഇത് അസറ്റ് അക്കൗണ്ടാണ്, കറണ്ട് അസറ്റ് ആണ്. അപ്പോൾ ടു ബാലൻസ് ബ്രോട്ട് ഓൺ എത്രയാണ് തന്നിരിക്കുന്നത്? 28 lakh തന്നിട്ടുണ്ട്. അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്ന അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയ ഡേറ്റിൽ, അതായത് 10/12/2018 നമ്മൾ അഡ്വാൻസ് ടാക്സ് അക്കൗണ്ടിലെ ബാലൻസ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണം? ഇൻകം ടാക്സ് അക്കൗണ്ടിലോട്ട്. എത്രയായിരുന്നു ബാലൻസ് ഉള്ള? 28 lakh. അത് അങ്ങനെ തന്നെ നമ്മൾ ഇൻകം ടാക്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്ന അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് നടക്കുന്ന, പക്ഷേ നമ്മൾക്ക് അതിൽ ഡേറ്റ് എന്താണെന്ന് തന്നിട്ടില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് 31st March 2019 ഇടാം. ഞാനിവിടെ ഡേറ്റ് തരാത്തതുകൊണ്ട് നോട്ട് ഗിവൺ എന്ന് ഇട്ടേക്കുന്നത്. അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് നടത്തുമ്പോൾ ജനറൽ എൻട്രി എന്താ? അഡ്വാൻസ് ടാക്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്. അപ്പോൾ അഡ്വാൻസ് ടാക്സ് അക്കൗണ്ടിൽ ടു ബാങ്ക് 34 lakh. ഞാൻ ബാലൻസ് ചെയ്യുക, അക്കൗണ്ടിനെ ബാലൻസ് ചെയ്യുക ബൈ ബാലൻസ് ക്യാരി ഡൗൺ 34 lakh കിട്ടും. അടുത്ത അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അല്ലെങ്കിൽ TDS അക്കൗണ്ട്. ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് അക്കൗണ്ട് അല്ലെങ്കിൽ TDS അക്കൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട് 1/4/2018 23,000 ആണ്. നമ്മൾ December 10th അസസ്മെൻറ്റ് കഴിയുമ്പോൾ നമ്മൾ ഇൻകം ടാക്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും 23,000. അക്കൗണ്ടിന് ഇല്ലായി പോയി, ക്ലോസ് ചെയ്തു പോയി. വേറെ ട്രാൻസാക്ഷനെ പറ്റി നമ്മൾക്ക് ഇൻഫർമേഷൻ ഒന്നും തന്നിട്ടില്ല. TDS അക്കൗണ്ട് ഇത്രയേ ഉള്ളൂ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇൻകം ടാക്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഇൻകം ടാക്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഡേറ്റിൽ സംഭവിച്ച കാര്യങ്ങൾ വെച്ച് നോക്കാം. ആദ്യം നമ്മൾ 31/12/2018 പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സിൽ നമ്മൾ ഇങ്ങോട്ട് എടുത്ത് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. അപ്പോൾ എൻട്രി ബൈ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് 30 lakh. ഇനി 10/12/2018 അതായത് ആക്ച്വൽ അസസ്മെൻറ്റ് നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? ടു അഡ്വാൻസ് ഇൻകം ടാക്സ് അക്കൗണ്ട് 28 lakh, അതായത് 28 lakh അഡ്വാൻസ് ഇൻകം ടാക്സിൽ നിന്ന് നമ്മളെടുത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയ ടൈമിൽ. അതുപോലെ തന്നെ ടാക്സ് ഡിഡക്റ്റഡ് ദിവസം അഡ്വാൻസ് കംപ്ലീറ്റ് ആയ ദിവസം അസസ്മെൻറ്റ് കംപ്ലീറ്റ് ആയ സമയത്ത് ഇൻകം ടാക്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു 23,000. ഇനി ബൈ സർപ്ലസ് അക്കൗണ്ട് ടു ബാങ്ക് എന്താ? ഇൻകം ടാക്സ് എത്രയാണോ പേയബിൾ നമുക്ക് പേ ചെയ്യണം അല്ലേ. എന്നാ പേ ചെയ്യേണ്ടത്? ആക്ച്വൽ അസസ്മെൻറ്റ് എന്താണോ കഴിഞ്ഞ് അന്ന് പേ ചെയ്യണം. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാം? അങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ടാക്സ് ലയബിലിറ്റി 35,45,000 ആണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ. 35,45,000 നമ്മൾ 28,000 അഡ്വാൻസ് ടാക്സ് ആയിട്ട് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറയ്ക്കണം. പിന്നെ TDS ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 35,45,000 മൈനസ് അഡ്വാൻസ് ടാക്സ് കൊടുത്തു, പിന്നെ TDS. അപ്പോൾ ഇത് കുറയ്ക്കുമ്പോൾ നമ്മൾ ബാങ്കിൽ പേ ചെയ്യേണ്ട എമൗണ്ട് കിട്ടും. അതാണ് 7,22,000. ഇനി ലാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊവിഷൻ കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ പ്രൊവൈഡ് ചെയ്തത് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് സർപ്ലസ് അക്കൗണ്ടിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വർഷം എത്ര പ്രൊവൈഡ് ചെയ്ത്? 30 lakh. പക്ഷേ ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി എത്ര വന്നു? 35,45,000. അതായത് നമ്മൾ കൂടുതൽ ടാക്സ് ലയബിലിറ്റി വന്നു, പക്ഷെ നമ്മൾ കുറച്ചേ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ കുറച്ച് പ്രൊവൈഡ് ചെയ്തതിൻ്റെ ബാക്കി എന്ത് ചെയ്യണം? സർപ്ലസ് ബാലൻസ് ഷീറ്റിലുള്ള സർപ്ലസ് അക്കൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യണം. അപ്പോൾ ബൈ സർപ്ലസ് അക്കൗണ്ട് എന്ന് കാണിക്കുക. എത്രയാണ് കാണിക്കുക? 5,45,000. ടോട്ടൽ 35,45,000. ഇതാണ് ഇല്ലസ്ട്രേഷൻ നമ്പർ
1. ഇനി അടുത്ത ഇല്ലസ്ട്രേഷനിലേക്ക് പോവുകയാണ് നമ്മൾ. അടുത്ത ഇല്ലസ്ട്രേഷനിൽ കുറച്ച് ഡാറ്റ തന്നിട്ടുണ്ട്. നിങ്ങൾക്കത് ഞാൻ വാട്സാപ്പിൽ അയച്ചു തന്നിട്ടുണ്ട്. അടുത്ത ഇല്ലസ്ട്രേഷനിൽ എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? ട്രയൽ ബാലൻസ് ഓഫ് കോംപ്ലക്സ് ലിമിറ്റഡ് ആസ് എ 31st March 2019 ഷോസ് ഫോളോയിങ് ഐറ്റംസ്. 2019 31st മാർച്ചിലെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് 2,20,000 തന്നിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഫോർ ദ ഇയർ എൻഡ് 31st March 2018, അതായത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. എത്രയാണ് തന്നേക്കുന്നത്? 1,20,000. ഇനി ഫോളോയിങ് ഫർദർ ഇൻഫർമേഷൻസ് ആർ ഗിവൺ. ഒന്നാമത്തെ അഡ്വാൻസ് ടാക്സ് പെയ്ഡ് includes rupees 1,40,000 for 2017-18. 17-18 പ്രീവിയസ് ഇയറിൽ എത്ര തന്നേക്കുന്നത്? 1,40,000. ഇനി ആക്ച്വൽ ടാക്സ് ലയബിലിറ്റി ഫോർ 2017 അമൗണ്ട്സ് ടു 1,52,000. അതായത് അസസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ ലയബിൾ ആയിട്ടുള്ള എമൗണ്ട് എത്രയാണ്? 1,52,000. ആൻഡ് നോ എഫക്ട് ഫോർ ദ സെയിം ഹാസ് സോ ഫാർ ബീൻ ഗിവൺ ഇൻ അക്കൗണ്ട്സ്. അത് അക്കൗണ്ടിങ് റെക്കോർഡ്സിൽ എൻട്രി ചെയ്തിട്ടില്ല, നമ്മൾ എൻട്രി ചെയ്യണം. തേർഡ് ഇൻഫർമേഷൻ തന്നിരിക്കുന്നത് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഹാസ് ടു ബി മെയ്ഡ് ഫോർ 2018-19 rupees 1,60,000. അതായത് കറൻറ്റ് ഇയറിന് എത്ര പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്? 1,60,000 പ്രൊവൈഡ് ചെയ്യണം. ഇനി യു ആർ റിക്വയർഡ് ടു പ്രിപ്പയർ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ട്, അഡ്വാൻസ് പേയ്മെൻറ്റ് ഓഫ് ഇൻകം ടാക്സ് അക്കൗണ്ട്, liability for taxation account, and also show how the relevant items would appear in balance sheet. നിങ്ങൾക്ക് ഇവിടെ 3 അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട്, അഡ്വാൻസ് ടാക്സ് അക്കൗണ്ട്, മൂന്നാമത്തെ ലയബിലിറ്റി ഫോർ ടാക്സേഷൻ അക്കൗണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇൻകം ടാക്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് കഴിയുമ്പോൾ മുന്നത്തെ പ്രോബ്ലത്തിൽ ഇൻകം ടാക്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ആണ് ചെയ്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. മനസ്സിലായോ? ഇനി നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് കിടക്കാം. ആദ്യം പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ആദ്യം ഓപ്പണിംഗ് ബാലൻസ് നമ്മൾക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് തന്നേക്കുന്നത്? ഓപ്പണിംഗ് ബാലൻസ് 1,20,000 തന്നിട്ടുണ്ട്. ഇനി അടുത്ത ട്രാൻസാക്ഷൻ നടക്കുന്നത് അഡ്വാൻസ് ടാക്സ് പേയ്മെൻ്റ് ആണ്. അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് എന്താ നടക്കുന്നത്? അതായത് അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് ഡേറ്റ് ഞാൻ ഇവിടെ 10-12 അതിൻ്റെ പ്രോബ്ലത്തിൻ്റെ തന്നെ ഇട്ടുന്നുള്ളൂ. ആക്ച്വലി നിങ്ങൾക്ക് കൊടുക്കുക, ഇവിടെ കൃത്യമായിട്ടൊരു ഡേറ്റ് തന്നിട്ടില്ല. നമ്മൾ കഴിഞ്ഞ വർഷത്തെ അഡ്വാൻസ് ടാക്സ്, അതായത് 17-18 അഡ്വാൻസ് ടാക്സ് ഇൻകം ടാക്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം നമ്മൾ എങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തത്? പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്തു. എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്തത്? ടു അഡ്വാൻസ് ടാക്സ് 2017-18 എന്ന് പറഞ്ഞാൽ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എത്രയാണ്? 1,40,000. ഇത് കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ നമ്മൾ പേ ചെയ്തതാണ്. അത് നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു? ഇൻസ്റ്റെഡ് ഓഫ് ട്രാൻസ്ഫറിങ് ടു ഇൻകം ടാക്സ് അക്കൗണ്ട് നമ്മൾ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളുടെ അടുത്ത് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഇൻകം ടാക്സ് പ്രിപ്പയർ ചെയ്യേണ്ട, ഇൻകം ടാക്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ട. അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. ഇനി ലയബിലിറ്റി ഫോർ ടാക്സേഷൻ അല്ലേ? ലയബിലിറ്റി എത്രയാണെന്ന് നമ്മൾക്ക് അറിയണം. നമ്മൾക്ക് അസസ്മെൻറ്റ് കഴിഞ്ഞപ്പോൾ എത്ര ടാക്സ് ലയബിലിറ്റി വന്നതെന്നാണ് പറഞ്ഞത്? 1,52,000. പക്ഷേ നമ്മൾ എത്ര അഡ്വാൻസ് ടാക്സ് അടച്ചിട്ടുള്ളൂ? 1,40,000. അപ്പോൾ നമ്മൾ ഇനി എത്രയും കൂടി കൊടുക്കണം? 12,000 കൊടുക്കണം. അത് ലയബിലിറ്റിയാണ് നമ്മുടെ അല്ലേ? അപ്പോൾ നമ്മൾ പ്രത്യേക ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തേക്കാണ് ടു ലയബിലിറ്റി ഫോർ ടാക്സേഷൻ. ഇതിപ്പോൾ ഓൾറെഡി പേ ചെയ്തു എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് കാണിക്കായിരുന്നു? ടു ബാങ്ക് എന്ന് കാണിക്കായിരുന്നു. ഇവിടെ നമ്മൾ പേ ചെയ്തിട്ടില്ല, അത് നമ്മൾ ലയബിലിറ്റി ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മൾ കൊടുത്തിട്ടില്ല, ഇതുവരെ കൊടുത്ത കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ടു ലയബിലിറ്റി ഫോർ ടാക്സേഷൻ 2017-18 അസസ്മെൻറ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ടാക്സ് പേയബിൾ എത്രയുണ്ട് ഇനി ബാലൻസ്? ഒരു 12,000 കൂടി കൊടുക്കണം. അതായത് അസസ് ചെയ്തപ്പോൾ 1,52,000 ആണ് ടാക്സ് ലയബിലിറ്റി വന്നത്. നമ്മൾ അഡ്വാൻസ് ടാക്സ് ആയിട്ട് 1,40,000 അടച്ചിട്ടുള്ളൂ. ബാക്കി 12,000 കൂടി ഇനി ലയബിൾ ആണ് അല്ലെ, കൊടുക്കാനുണ്ട് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. അത് നമ്മൾ ലയബിലിറ്റി ആയിട്ട് കാണിച്ചു. ഇനി 31/3/2019 നമ്മൾ സർപ്ലസ് അക്കൗണ്ടിലോട്ട് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യണം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1,52,000 ആണ് ആക്ച്വൽ ലയബിലിറ്റി വന്നത് അസസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. പക്ഷേ നമ്മൾ എത്ര പ്രൊവിഷൻ കഴിഞ്ഞ വർഷം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ? 1,20,000. അതായത് 1,52,000 കാണിക്കേണ്ടത് നമ്മൾ 1,20,000 കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ബാലൻസ് 32,000 നമ്മൾ എന്താ പറയുക? കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത് ബാലൻസ് ഷീറ്റിലെ സർപ്ലസ് അക്കൗണ്ടിൽ നിന്ന് കുറയ്ക്കണം അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ ചെയ്തു. ബൈ സർപ്ലസ് അക്കൗണ്ട് ബാലൻസ് എത്ര കൊടുക്കാനുള്ളത്? 1,52,000 മൈനസ് 1,20,000 32,000. അപ്പോൾ ബൈ സർപ്ലസ് അക്കൗണ്ട് 32,000 കുറച്ചു. ഇനി പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് കറൻറ്റ് ഇയറിൽ എത്ര പ്രൊവൈഡ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്? 1,60,000 സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റനിൽ ക്ലിയർ ആയിട്ട് തന്നിട്ടുണ്ട്. ഈ വർഷം പ്രൊവൈഡ് ചെയ്യുന്നത് 1,60,000 ആണ്. നമ്മളത് ബൈ P&L അക്കൗണ്ട് 1,60,000 എന്ന് കാണിച്ചു. അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ബാലൻസ് ക്യാരിഡ് ഓൺ 1,60,000. ഇനി അടുത്ത അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അഡ്വാൻസ് ഇൻകം ടാക്സ് അക്കൗണ്ട് അല്ലെങ്കിൽ അഡ്വാൻസ് ടാക്സ് അക്കൗണ്ട്. ഇതിൽ നമ്മൾ 31/3/2019 പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. എത്രയാണ് ട്രാൻസ്ഫർ ചെയ്തത്? 1,40,000. അത് നമ്മൾ ഇപ്പുറത്ത്
എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ബൈ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ട് 1,40,000. ഇനി നമ്മൾ അഡ്വാൻസ് ടാക്സ് ബാങ്കിൽ എത്ര അടച്ചു എന്നാണ് പറഞ്ഞേക്കുന്നത്. ക്വസ്റ്റ്യൻ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അഡ്വാൻസ് ടാക്സ് പേയ്മെൻറ്റ് ഫോർ ദ ഇയർ എമൗണ്ടഡ് ടു 2,20,000 അല്ലേ. അപ്പോൾ ടു ബാങ്ക് 2,20,000. അക്കൗണ്ട് ബാലൻസ് ചെയ്തു. ബൈ ബാലൻസ് ക്യാരിഡ് ഓൺ 80,000. അടുത്ത അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് ലയബിലിറ്റി ഫോർ ടാക്സേഷൻ അക്കൗണ്ട്. ലയബിലിറ്റി ഫോർ ടാക്സേഷൻ അക്കൗണ്ട് നമ്മൾ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു എത്രയാണ് ലയബിൾ. 1,52,000 ആണ് ആക്ച്വൽ പേയബിൾ. പക്ഷേ നമ്മൾ 1,40,000 കൊടുത്തിട്ടുള്ളൂ. ബാക്കി 12,000 ലയബിൾ ആയിട്ട് കാണിക്കണം. ബൈ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അക്കൗണ്ട് 12,000. ആ ബാലൻസ് ക്യാരിഡ് ഓൺ 12,000 എന്ന് പറഞ്ഞ് നമ്മൾ കാണിച്ചു. നമ്മൾ പേ ചെയ്തിട്ടില്ല. പേ ചെയ്യുമ്പോൾ ഈ ബാലൻസ് ക്യാരിഡ് ഓൺ എന്താവും, ബൈ ബാങ്ക് എന്ന് പറഞ്ഞ് കാണിച്ച് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയും അല്ലേ. ഇനി ലയബിലിറ്റി ഫോർ ടാക്സേഷൻ അക്കൗണ്ട്, അഡ്വാൻസ് ടാക്സ് അക്കൗണ്ട്, പ്രൊവിഷൻ ഫോർ ടാക്സേഷൻ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തു. ഇനി നമ്മുടെ അടുത്ത് ക്വസ്റ്റൻ എന്താ പറഞ്ഞേക്കുന്നത്, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യണം അല്ലേ. റെലവൻറ്റ് ഐറ്റംസ് എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിൽ അപ്പിയർ ചെയ്യുക എന്നുള്ളത് നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ലയബിലിറ്റീസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കറണ്ട് ലയബിലിറ്റീസ് ആയിട്ട് ലയബിലിറ്റി ഫോർ ടാക്സേഷൻ, അത് കറണ്ട് ലയബിലിറ്റിയാണ്, നമ്മൾ ഉടനെ തന്നെ പേ ചെയ്യേണ്ടതാണ്. ലയബിലിറ്റി ഫോർ ടാക്സേഷൻ ബ്രാക്കറ്റിൽ 2017-18 ഫിനാൻഷ്യൽ ഇയറിലെ ലയബിലിറ്റിയാണ് എത്രയാണ്, 12,000. ഇനി പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സിൻ്റെ ബാലൻസ് എത്രയായിരുന്നു, 1,60,000. അത് നമ്മൾ എന്തായിട്ട് കാണിച്ചു, കറണ്ട് ലയബിലിറ്റി തന്നെയായിട്ട് കാണിച്ചു. ഇനി അസറ്റ് സൈഡിൽ എന്താ വരും, അഡ്വാൻസ് ടാക്സ് പേ ചെയ്ത് എന്തായിട്ടാണ് കാണിക്കണം എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് ആയിട്ട് കാണിക്കണം. ലോൺസ് ആൻഡ് അഡ്വാൻസസ് എന്ന് പറഞ്ഞാൽ ഹെഡിൻ്റെ കീഴിൽ കാണിക്കണം. എത്രയായിരുന്നു, 80,000. ഇതാണ് നമ്മളുടെ 2 ഇല്ലസ്ട്രേഷൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിക്കുക, ക്ലാരിഫൈ ചെയ്യുക. ക്ലാരിഫിക്കേഷൻ അപ്പോൾ തന്നെ തരുന്നതായിരിക്കും. ഇനി നമ്മൾക്ക് ഡെഫേർഡ് ടാക്സിൻ്റെ പ്രോബ്ലംസ് അടുത്ത പവർ പോയിന്റ് പ്രസൻറ്റേഷൻ ഞാൻ തരാം. അപ്പോൾ ഇത് 2 പ്രോബ്ലം ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വാട്സാപ്പിൽ ഞാൻ ക്വസ്റ്റ്യൻ അയച്ചിട്ടുണ്ട്. താങ്ക് യു.